സ്നേഹിതരെ, ഇന്നത്തെ മരിയൻ പ്രഭാഷണത്തിലൂടെ പരിശുദ്ധ അമ്മയാണ് യഥാർത്ഥ വാഗ്ദാന പേടകം. കാരണം യേശുവിനെ വഹിച്ചുകൊണ്ട് കടന്നുപോയ അമ്മയാണ് യഥാർത്ഥമായ വാഗ്ദാന പേടകം. ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കാനായിലേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ കൂടെ ഉണ്ടായിരുന്നു. രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ദൈവം അവിടെ കൂടെ യാത്ര ചെയ്തു. അവിടെ ദുഃഖത്തിലും അവിടെ സന്തോഷങ്ങളിലും അവിടെ പെരുമുറുക്കലിലും അവിടെ നിരാശയിലും ആകുലതകളിലുമൊക്കെ ദൈവം എപ്പോഴും ഇസ്രായേലിനെ നയിച്ചു, പരിപാലിച്ചു, സംരക്ഷിച്ചു. അങ്ങനെ അവസാനം അവർ കാനായിൽ എത്തിച്ചേർന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ വാഗ്ദാന പേടകം അവർ ഒരു സ്ഥലത്ത്, ഷീലോയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ഥാപിച്ച് ദൈവത്തെ ആരാധിച്ചു. കാരണം നമ്മുടെ ഈ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലും ഭാരങ്ങളുമൊക്കെ ദൈവം തങ്ങൾക്ക് താങ്ങായും തണലായും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഷീലോയിലെത്തി വാഗ്ദാന പേടകം അവിടെ സ്ഥാപിച്ച് ദൈവത്തെ ആരാധിച്ചു. തുടർന്ന് നമ്മൾ കാണുക, അവിടെ ഷീലോയിൽ സ്ഥാപിക്കുകയും ഏലി പുരോഹിതൻ ഈ വാഗ്ദാന പേടകത്തിന് ദൈവത്തിന് ആരാധന അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ അവർ തികച്ചും വ്യത്യസ്തരായിരുന്നു. അവർ തൻ്റെ പിതാവിനെ അംഗീകരിച്ചിരുന്നില്ല. സമൂഹത്തിൽ അവർ ഒത്തിരിയേറെ ക്രൂരകൃത്യങ്ങൾ ചെയ്ത മക്കളായിരുന്നു. അവർ അപ്പനെ അംഗീകരിക്കാതെയും സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ജീവിച്ച ഈ 2 പുത്രന്മാർ ഒരിക്കൽ ഫിലിസ്തീൻ തങ്ങളുമായിട്ട് യുദ്ധത്തിന് കടന്നു വന്നപ്പോൾ തങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് കണ്ടപ്പോൾ തങ്ങൾക്ക് ദൈവം മാത്രമേ ആശ്രയമുള്ളൂ. അതുകൊണ്ട് പ്രവാചകന്മാരോട് പോലും തൻ്റെ പിതാവിനോടോ പ്രവാചകന്മാരോടോ ആരായാതെ, അവരോട് ചോദിക്കാതെ അവർ ഈ വാഗ്ദാന പേടകം തങ്ങളുടെ ഇഷ്ടപ്രകാരം എടുത്തുകൊണ്ടുപോയി ഫിലിസ്തീനുമായി യുദ്ധം ചെയ്തു. കാരണം വാഗ്ദാന പേടകം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാൽ ഫിലിസ്തീൻ പരാജയപ്പെട്ടു പോകുമെന്ന് ഏലിയുടെ പുത്രന്മാർ വിചാരിച്ചു. അതുകൊണ്ടാണ് പ്രവാചകന്മാരോട് ചോദിക്കാതെയും ദൈവത്തോട് ആരായാതെയും അവർ ഇപ്രകാരം വാഗ്ദാന പേടകം എടുത്തുകൊണ്ടുപോയി ഫിലിസ്തീനുമായി യുദ്ധം ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെ കാര്യം അവിടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ഈ സഹോദരന്മാരും ഏലിയുടെ 2 പുത്രന്മാരും കൊല്ലപ്പെടുകയും ഇവർ പരാജയപ്പെടുകയും ഇവർ തിരിഞ്ഞ് ഓടുകയും ചെയ്യുകയാണ്. അങ്ങനെ വാഗ്ദാന പേടകത്തെ ഫിലിസ്തീർ എടുത്തുകൊണ്ട് അവിടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഫിലിസ്തീർ ഈ വാഗ്ദാന പേടകം എവിടെയൊക്കെയാണ് കൊണ്ടുവച്ചത് അവിടെയൊക്കെ കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രളയങ്ങളും ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് അവർ ഫിലിസ്തീർ മാറ്റി മാറ്റി പല നഗരങ്ങളിൽ കൊണ്ടുപോയി വാഗ്ദാന പേടകത്തെ സ്ഥാപിച്ചു. പക്ഷെ അവിടെയൊക്കെ ഒന്നുമാറി ദുരിതങ്ങൾ, പ്രളയങ്ങൾ, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഫിലിസ്തീർ വാഗ്ദാന പേടകത്തെ ഉപേക്ഷിച്ചു. അപ്രകാരം വാഗ്ദാന പേടകം പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം ഏലിയാസിൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയാണ്. ഏലിയാസിൻ്റെ ഭവനത്തിൽ ഇരിക്കുകയും ദൈവം ഏലിയാസിനെ അനുഗ്രഹിക്കുകയും ചെയ്യുക. തുടർന്ന് സാവൂൾ ഇസ്രായേലിൻ്റെ രാജാവാവുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷം ദാവീദ് രാജാവാവുകയും ചെയ്തു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഏലിയാസിൻ്റെ ഭവനത്തിൽ ധാരാളമായി ലഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ദാവീദ് തിടുക്കത്തിൽ പുറപ്പെട്ട് ആ വാഗ്ദാന പേടകം തൻ്റെ രാജ്യത്ത് കൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തിടുക്കത്തിൽ പുറപ്പെടുകയാണ്. അപ്രകാരം തിടുക്കത്തിൽ പുറപ്പെട്ട് കാളവണ്ടിയിൽ വച്ച് ഈ വാഗ്ദാന പേടകം കൊണ്ടുവരുമ്പോൾ കാള കുതിരി മാറുകയും ഈ വാഗ്ദാന പേടകം ചരിയുകയും ആ ചരിയുന്ന നിമിഷത്തിൽ ഊസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ആ വാഗ്ദാന പേടകത്തിൽ പിടിക്കുകയും പെട്ടെന്ന് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യുകയാണ്. ശ്രദ്ധയില്ലാതെ അതുപോലെ തന്നെ അശുദ്ധിയോടുകൂടെ വാഗ്ദാന പേടകത്തെ പിടിച്ച ഉസ്സ മരിച്ചപ്പോൾ ദാവീദ് ദൈവത്തോട് കോപിഷ്ഠനാവുകയാണ്. അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു, ഈ വാഗ്ദാന പേടകം എൻ്റെ അടുത്ത് വന്നാൽ എനിക്കെന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ വാഗ്ദാന പേടകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ഭവനത്തിലേക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം കടന്നു പോവുകയാണ്. പിന്നീട് ഈ വാഗ്ദാന പേടകം 3 മാസത്തോളം കാലം ആ ഒരു ഭവനത്തിൽ ഇരിക്കുന്നതായിട്ട് തിരുവചനം സാമുവേലിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 6 മുതലുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ അത് ഇപ്രകാരം ഒരു ഭവനത്തിൽ ഇരിക്കുകയാണ്. ആ ഭവനത്തിലെ ദൈവം ധാരാളമായിട്ട് ആ ഭവനത്തെ അനുഗ്രഹിച്ചു. തിരുവചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ വാഗ്ദാന പേടകം എടുക്കാൻ വേണ്ടി തിടുക്കത്തിൽ പുറപ്പെട്ട ദാവീദ് ഉസ അതിനെ പിടിച്ചപ്പോൾ അദ്ദേഹം മരിച്ചു പോയപ്പോൾ അതിൽ ഭയന്ന അദ്ദേഹം പറയുകയാണ്, കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും എന്നവൻ ചിന്തിച്ചു.
വീണ്ടും അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം അത് ഹിത്യനായ ഓബാദ് ഏദോമിൻ്റെ വീട്ടിലേക്ക് അതവളിക്കുകയാണ്. അത് അവിടെ 3 മാസത്തോളം കാലം അവിടെ അത് ഇരിക്കുകയാണ്. 3 മാസത്തോളം ആ ഭവനത്തിലിരിക്കുമ്പോൾ ആ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. ഇത് പുതിയതുമായിട്ടൊരു ബന്ധം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം തിടുക്കത്തിൽ പുറപ്പെട്ടു, പരിശുദ്ധാമ്മ തിടുക്കത്തിൽ പുറപ്പെട്ടു, വാഗ്ദാനപരമായ യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് തിടുക്കത്തിൽ പുറപ്പെട്ടു. ദാവീദ് തിടുക്കത്തിൽ പുറപ്പെട്ടു വാഗ്ദാനപഠനത്തെ സ്വീകരിക്കാൻ. അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്താണ് ഉസ അത് പിടിക്കുകയും അവൻ മരണപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ അവൻ ഭയന്ന് കർത്താവിൻ്റെ വാഗ്ദാന പേടകം എൻ്റെ അരികിൽ വന്നാൽ എനിക്കെന്ത് സംഭവിക്കുമെന്ന് അവൻ ഭയപ്പെടുകയാണ്. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിലേക്ക് വന്നപ്പോൾ എനിക്ക് എൻ്റെ ഉദരത്തിലെ കുഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് ഇവിടെ എലിസബത്ത് പുണ്യവതി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകം എൻ്റെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ഉദരത്തിലായിരുന്ന കർത്താവിൻ്റെ അമ്മ വാഗ്ദാന പേടകം ആയിട്ട് കടന്നു വന്നപ്പോൾ എൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടിയെന്ന് എലിസബത്ത് പുണ്യവതി അവിടുന്ന് സ്ഥാപിക്കുകയാണ്. തുടർന്ന് നമ്മൾ 3 മാസത്തോളം ഒബാദ് ഏദാമിൻ്റെ വീട്ടിലാണ് ഈ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വരുന്നത്. 3 മാസക്കാലം ഇവിടെ നമ്മൾ കാണുക പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകം എലിസബത്ത് പുണ്യവതിയെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ചപ്പാടാണ് സോളമൻ രാജാവാവുകയും അദ്ദേഹം ഈ വാഗ്ദാന പേടകത്തെ ജെറുസലേമിൽ ഒരു ദേവാലയം പണികഴിപ്പിച്ച് അവിടെ സ്ഥാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, BC 586 ബാബിലോൺ രാജാവും കൂട്ടരും വന്ന് ജെറുസലേമിനെ ആക്രമിക്കുകയും വാഗ്ദാന ദേവാലയം തകർക്കുകയും വാഗ്ദാന പേടകത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ജെറമിയ പ്രവാചകൻ പുരോഹിതൻ കൂടി ചേർന്ന് ഈ വാഗ്ദാന പേടകം എടുത്ത് മോശ മരണപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലം മലമുകളിലുള്ള ഒരു ഗുഹയിൽ കൊണ്ടുവന്ന് ഒളിച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ഒളിച്ചു വച്ചിട്ട് പുരോഹിതർ അത് അന്വേഷിച്ച് ആ വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പ്രകാരം പറയുകയാണ്, ഒരിക്കലും നാം വന്ന വഴികൾ ഒരിക്കലും ആരും അറിയാതിരിക്കട്ടെ, കാരണം ഈ വാഗ്ദാന പേടകം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അദ്ദേഹം പറയുന്നുണ്ട്, ദൈവം തൻ്റെ ജനത്തെ കാണുവാൻ വേണ്ടി ഒരിക്കൽ കടന്നു വരും, അന്ന് അവർക്കത് വെളിപ്പെട്ട് കിട്ടുമെന്നാണ് ജെറമിയ പറയുക. അത് 2 മക്കബായരുടെ പുസ്തകത്തിലൂടെ നമ്മളത് വായിച്ച് കേൾക്കുന്നുണ്ട്. തുടർന്ന് ഈ വാഗ്ദാന പേടകം ആരും കാണാതെ മലമുള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഈ വാഗ്ദാന പേടകത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെളിപാടിൻ്റെ പുസ്തകത്തിലാണ്. അവിടെ നമ്മൾ പ്രകാരം യൂദയായിലെ മലഞ്ചെരുവിൽ അമ്മ പോകുന്നു. 3 മാസം എലിസബത്ത് പുണ്യവതിയോടൊപ്പം താമസിക്കുന്ന ആ വാഗ്ദാന പേടകം തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയാണ് എന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുക. ഈ വാഗ്ദാന പേടകമായിട്ടാണ് പരിശുദ്ധ അമ്മ എലിസബത്ത് പുണ്യവതിയെ കാണാൻ പോവുകയും 3 മാസക്കാലം അവൾക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പരിശുദ്ധ അമ്മ തന്നെയാണ് വാഗ്ദാന പേടകം. വീണ്ടും നമ്മൾ കാണുക, വാഗ്ദാന പേടകത്തിൻ്റെ സമീപത്തേക്ക് ദൈവത്തിൻ്റെ മഹത്വം എല്ലായ്പ്പോഴും വന്നു നിറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തിൻ്റെ അരികിലേക്ക് ദൂതനെ പ്രകാരം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്രകാരം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞിരുന്നത് ഈ അമ്മയിലാണ്. വാഗ്ദാന പേടകമാകുന്ന പരിശുദ്ധ അമ്മയിലേക്കാണ് വരുന്നത്. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക 11-ാമത്തെ അധ്യായത്തിലെ തിരുവചനം 19 മുതലുള്ള വാക്യങ്ങളിലൂടെ ഏതാണ് ഈ വാഗ്ദാന പേടകമെന്ന് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ്. ഈ വാഗ്ദാന പേടകത്തെ വ്യക്തമാക്കുന്നു. തിരുവചനം വെളിപാട് 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. കാരണം ദൈവത്തിൻ്റെ സ്വർഗത്തിൽ പിന്നീട് നമ്മൾ കാണുക, സ്വർഗത്തിൽ ആ വാഗ്ദാന പേടകം ഒരു സ്വർഗത്തിൽ, അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി എന്ന് വെളിപാട് 11:19 വെളിപ്പെടുന്നു. എവിടെയാണ് സ്വർഗത്തിൽ കാണപ്പെട്ട ദേവാലയത്തിൽ കാണപ്പെട്ട ആ വാഗ്ദാന പേടകമെന്ന് വെളിപാട്ട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം 1 മുതൽ വാക്യങ്ങൾ പറയുന്നു. സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അപ്പോൾ സ്വർഗത്തിൽ കാണപ്പെട്ട അടയാളം പരിശുദ്ധ അമ്മ, വാഗ്ദാന പേടകം, ഉണ്ണിയേശുവിനെ ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ച വാഗ്ദാന പേടകമായിരുന്നു പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർച്ചയായിട്ടും ഈ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയല്ലാതെ പിന്നെ ആരാണ്? ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിലൊക്കെ നമുക്ക് ആശ്രയമായി നമ്മുടെ അരികിലേക്ക് ഓടി വരുന്ന
വാഗ്ദാന പേടകം, നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ ദുരിതങ്ങളിലും നമുക്ക് ശക്തിയും അനുഗ്രഹം നൽകുന്ന ആ വാഗ്ദാന പേടകം തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ തന്നെയാണ്. സ്വർഗത്തിൽ കാണപ്പെട്ട ആ വാഗ്ദാന പേടകം, സ്വർഗത്തിൽ കാണപ്പെട്ട അടയാളം, സ്വർഗത്തിലെ ദേവാലയത്തിൽ കാണപ്പെട്ട ആ പരിശുദ്ധ അമ്മ, ദേവാലയം കാണപ്പെട്ട വാഗ്ദാന പേടകം, അത് പരിശുദ്ധ അമ്മയല്ലാതെ മറ്റാരാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മയിൽ നമുക്ക് പരിപൂർണമായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ വാഗ്ദാന പേടകമാകുന്ന ക്രിസ്തുവിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയ വാഗ്ദാന പേടകമാകുന്ന പരിശുദ്ധ അമ്മയിലൂടെ അവിടെ തിരുക്കുമാരനെ ഈ ലോകത്തിലേക്ക് നൽകിയല്ലോ. ഈ തിരുക്കുമാരനെ നോക്കി നടക്കുവാൻ, ഈ തിരുക്കുമാരൻ ഞങ്ങളുടെ ജീവിതത്തിൽ രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങളുടെ പാതയിൽ വെളിച്ചമായിട്ട് മാറുവാൻ, അപകടങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും തളരാതെ നമുക്ക് ശക്തി നൽകുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ അമ്മയാകുന്ന ഈ വാഗ്ദാന പേടകത്തിൻ്റെ നോക്കി നടക്കുവാൻ, ആ വാഗ്ദാനത്തിന് പിന്നാലെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.